ഈ ബുക്ക് വായിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ തവണ നമ്മൾ എവിടെയാണ് വായിച്ച് നിർത്തിയതെന്ന് അറിയാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ വരും, നമുക്കിന്നൊരു ബുക്ക് മാർക്ക് തന്നെ അങ്ങ് ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് സ്റ്റിക്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്റ്റിക്കർ എടുത്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ബാക്കിലും ഫ്രണ്ടിലും ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ സെല്ലോ ടേപ്പിൻ്റെ എക്സസ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക. ഈ സെല്ലോ ടേപ്പ് നമ്മൾ ഒട്ടിക്കുന്നത് ഇത് കുറച്ച് കാലം കൂടെ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി 2 പീസ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് ഈ സ്റ്റിക്കറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പശ തേച്ചിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, ആദ്യം തന്നെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചാൽ പോരെ, അതിന് മുന്നേ എന്തിനാണ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചതെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഈ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ ഈ സ്റ്റിക്കർ നാശമാവാനുള്ള ചാൻസ് ഉണ്ട്. അനുഭവം ഗുരു എന്നാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇനി ഒരു പേപ്പർ ക്ലിപ്പ് എടുക്കുക, ഇതിൻ്റെ ബാക്കിലായിട്ട് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആക്രിലിക് ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്.